എല്ലാവർക്കും നമസ്കാരം. സഫിർജാൻ EXന്റെ മാനുവൽ അക്കൗണ്ടിംഗിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 3 ഗ്രൂപ്പ്സ് ഓഫ് അക്കൗണ്ട്സിലെ പാർട്ട് 9 നമ്മുടെ ഏറ്റവും അവസാനത്തെ പാർട്ടാണെന്ന് നമ്മൾ ക്ലാസ് ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് ലൈബിലിറ്റിയിലെ ഷോർട്ട് ടേം ലൈബിലിറ്റി അഥവാ കറന്റ് ലൈബിലിറ്റി എന്നുകൂടി അറിയപ്പെടുന്ന ഷോർട്ട് ടേം ലൈബിലിറ്റിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ പറഞ്ഞു 4 ഗ്രൂപ്പാണ്: എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, ലൈബിലിറ്റി. ലൈബിലിറ്റി 2 തരമുണ്ട്. അവസാനത്തെ ഗ്രൂപ്പാണ് ലൈബിലിറ്റി. ലൈബിലിറ്റി 2 തരം ഉണ്ടായിരുന്നു. ഒന്ന് ലോങ് ടൈമും മറ്റൊന്ന് ഷോർട്ട് ടൈമും ആണ്. ലോങ് ടേം ലൈബിലിറ്റിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ പാർട്ട് 8 നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഷോർട്ട് ടേം എന്താന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്, അഥവാ കറന്റ് ലൈബിലിറ്റി എന്താന്നുള്ളത്. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, കുറഞ്ഞ കാലാവധി മാത്രമേ ഉള്ളൂ. അതായത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊടുത്തു തീർക്കേണ്ടി വരും. അത്തരം ലൈബിലിറ്റികളാണ് നമുക്ക് ഷോർട്ട് ടേം ലൈബിലിറ്റി അല്ലെങ്കിൽ കറന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ലോങ് ടേം ലൈബിലിറ്റിന്റെ ഡ്യൂറേഷൻ പറഞ്ഞിരുന്നത് ഒരു വർഷമാണ്, അതായത് എബോവ് 1 ഇയർ ആണ്. ഒരു വർഷത്തിൽ മുകളിൽ നിലനിൽക്കുന്ന എല്ലാ ബാധ്യതകളും നമ്മൾ ലോങ് ടേം പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് അതിന് താഴെ വരും, അതായത് ഒരു വർഷത്തിന് താഴെ വരുന്നത് ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷൻ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഷോർട്ട് ടൈം ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ അത്തരം ലൈബിലിറ്റി, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ നിലനിൽക്കാത്ത ബാധ്യതകളാണ് ഷോർട്ട് ടൈം ലൈബിലിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തായിട്ട് വരുന്നത്, അതായത് നമ്മുടെ കമ്പനിയിൽ പെട്ടെന്ന് നമ്മൾ കൊടുത്തു തീർക്കേണ്ടി വരും. അത്തരം ലൈബിലിറ്റിയിൽ വരുന്ന ആദ്യത്തെ ലൈബിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും എന്താണെന്നുള്ളത്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം നമ്മൾ വിഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് എല്ലാ അക്കൗണ്ടിനും ആ ഫെസിലിറ്റി ഇല്ല, കറന്റ് അക്കൗണ്ട് ആണ്. അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ഓൺലി കറന്റ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ടുകൾക്ക് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ അക്കൗണ്ടിൽ ഉള്ളതിലും കൂടുതൽ, അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഒരു 50,000 റുപ്പീസ് ഉണ്ട്, നമ്മളൊരു 75 റുപ്പീസ് പിൻവലിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ 25,000 നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബാങ്കിലെ കടാണ്. അപ്പോൾ ആ ബാങ്കിക്ക് തന്നെ തിരിച്ച് നമ്മൾ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടി വരും. അതിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ കണക്കാക്കുന്നു ഉണ്ടാവും. അപ്പോ അതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. മറ്റൊന്നാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ഓർമ്മ, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിക്കാണോ അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണോ നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത്, അത്തരം ആളുകളാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അവര് ഗ്രൂപ്പിനെ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കെല്ലാം നമ്മൾ ക്യാഷ് കൊടുക്കാറുണ്ടോ അവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈബിലിറ്റിയാണ്. പെട്ടെന്ന് നമ്മൾ കൊടുത്തു തീർക്കേണ്ടി വരും. കൂടുതൽ കാലം നമുക്ക് വെച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, പെട്ടെന്ന് നമുക്ക് കൊടുത്തു തീർക്കേണ്ടി വരും. മറ്റൊന്നാണ് ബിൽസ് പേയബിൾ, കൊടുക്കാനുള്ള ബിൽസ് പേയബിൾ. നമ്മൾ ബിൽസ് റെസീവബിൾ അസറ്റ് ആണെന്ന് പറഞ്ഞത്, അതേപോലെ ബിൽസ് പേയബിൾ. ടാക്സ് പേയബിൾ, നമുക്ക് പേയ്മെന്റിനുള്ള, അതായത് കൊടുക്കാനുള്ള ടാക്സ്, ആ ടാക്സിന്റെ ഡേറ്റ് ആയിട്ട് നമ്മൾ ടാക്സ് പെയ്ഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടക്കാൻ ഏത് ഡേറ്റിനാണോ നമ്മൾ അടക്കാൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ, ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ടാക്സ് പേയബിൾ ആണ്, കൊടുക്കാനുള്ളതാണ് ബാധ്യത. അപ്പൊ ആ ഡേറ്റിന് നമ്മൾ പേയ്മെന്റ് ചെയ്ത് അത് കഴിഞ്ഞു, ആ ബാധ്യത തീർന്നു. പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ടാക്സ് പേയബിൾ, ഒരു കറന്റ് ലൈബിലിറ്റിയാണ്. ഷോർട്ട് ടൈം ബാങ്ക് ലോൺ, കുറഞ്ഞ കാലാവധി മാത്രമല്ല, കുറഞ്ഞ ഡ്യൂറേഷൻ മാത്രമല്ല ബാങ്ക് ലോണുകൾ ഉണ്ടാവും. 6 മന്ത് ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് ലോണുകളൊക്കെ എനിക്ക് തോന്നുന്നു കുറഞ്ഞ കാലാവധി ആയിരിക്കാം എന്നുള്ളത്. അപ്പൊ അത്തരം ലോണുകള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈം ലൈബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഇനി വരും ചാപ്റ്ററുകൾ കുറെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, അത് ഫൈനൽ അക്കൗണ്ട് ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള ഒരു സംഭവമാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു എക്സ്പെൻസ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ എക്സ്പെൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈബിലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, സാലറി നമ്മൾ എല്ലാ മാസവും 10-ാം തീയതിയാണ് പേയ്മെന്റ് ചെയ്യാറുണ്ടായിരുന്നത്. 10-ാം തീയതി കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി,
ആ 10ാം തീയതി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ആ സാലറി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ലാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ടെലിഫോൺ ബില്ല്. അപ്പൊ ഏത് എക്സ്പെൻസ് ആണോ നമ്മൾ ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുക്കാത്തുള്ളത്, അൺപെയ്ഡ് ആയിട്ടുള്ളത്, അത്തരം എക്സ്പെൻസിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുക. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറന്റ് ലയബിലിറ്റി. അതേപോലെ തന്നെയാണ് അഡ്വാൻസ്ഡ് ഇൻകംസ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് റിസീവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻകംസ്, അഥവാ അതിന് പറയുന്ന മറ്റൊരു പേരാണ് അൺഏൺഡ് ഇൻകം എന്നും പറയാറുണ്ട്. അതിനെ കുറിച്ചും നമുക്കിനി ഫൈനൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗത്ത് പറയാനുണ്ട്. അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യപ്പെട്ട ഇൻകങ്ങൾ, റെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങി, അടുത്ത മാസത്തെ അല്ലെങ്കിൽ ഒരു 5 മാസത്തെ റെന്റ് ഒന്നിച്ച് അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലയബിലിറ്റി ആണ്. കാരണം നമ്മൾ ഈ പീരീഡിക്ക് നമുക്ക് കിട്ടേണ്ട ഇൻകം അല്ല, നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. PF ആണ്, അഥവാ പ്രൊവിഡന്റ് ഫണ്ട്. നമ്മൾ സാലറി എന്നൊക്കെ, എംപ്ലോയിന്റെ സാലറി എന്നൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നീട് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന രീതി PF. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈം ആയിട്ട് ഉൾപ്പെടുത്താം. ഇനി ഈ പറഞ്ഞ എല്ലാ ലയബിലിറ്റികളും, ഈ പറഞ്ഞിട്ടുള്ള ലയബിലിറ്റികളൊക്കെ എബവ് 1 ഇയർ, 1 വർഷത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ആണ്. പലർക്കും അങ്ങനെ ഡൗട്ട് കൂടി ഉണ്ടാവും. ചില PFകൾ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ മോർ ദാൻ 1 ഇയർ, 1 വർഷത്തിന് മുകളിൽ വരുന്നുണ്ട്. അപ്പൊ അത് അത്തരം ലയബിലിറ്റികൾ ലോങ് ടൈം ആയി. അപ്പോ 1 വർഷത്തിൽ താഴെ വരികയാണെങ്കിൽ മാത്രമേ അത് ഷോർട്ട് ടൈം ആവുള്ളൂ, അഥവാ കറന്റ് ലയബിലിറ്റി ആവുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് ലയബിലിറ്റിയിൽ പറയാനുള്ളത്. അഥവാ ഗ്രൂപ്പ്സ് ഓഫ് അക്കൗണ്ട്സിലെ അവസാനത്തെ, ഈ ചാപ്റ്ററിൽ തന്നെ അവസാനത്തെ പോയിന്റ് ആയിട്ട്, അവസാനത്തെ പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞത് ഷോർട്ട് ടൈം ലയബിലിറ്റിയെ കുറിച്ചാണ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഗ്രൂപ്പ്സ് ഓഫ് അക്കൗണ്ട്സ് തീരെയാണ്. 4 ഗ്രൂപ്പ്സുകളും നമ്മൾ പറഞ്ഞു: എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, ലയബിലിറ്റി. ഓരോന്നിനും നമ്മൾ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. എക്സ്പെൻസുകൾ 2 തരംതിരിച്ചു: ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഇൻകംസ് 2 തരംതിരിച്ചു: ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. അസറ്റ് 2 തരംതിരിച്ചു: ഫിക്സഡ് അസറ്റ്, കറന്റ് അസറ്റ്. അതുപോലെ തന്നെ ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റിയും ഷോർട്ട് ടൈം ലയബിലിറ്റി. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. അതായത് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് ചാപ്റ്റർ 4 അഥവാ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇനി വരുന്ന റെക്കോർഡിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ട് വരുന്ന ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഭാഗം. അപ്പൊ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ വീണ്ടും നമുക്ക് ചാപ്റ്റർ 4 പാർട്ട് 1 വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.